എംപ്ലിൻ്റെ ന്യൂസിലേക്ക് സ്വാഗതം. ചൗക്കിദാർ ചോർ ഹൈ, കാവൽക്കാരൻ കള്ളനാണ് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന മുദ്രാവാക്യം നമ്മൾ മറന്നുപോയോ? രാഹുൽ ഗാന്ധി അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് 2019 നാടുനീളെ പ്രസംഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്, നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ മുദ്രാവാക്യമാണ് ചൗക്കിദാർ ചോർ ഹൈ. ചൗക്കിദാർ അതായത് കാവൽക്കാരൻ കള്ളനാണ്. വിഷയം റഫേൽ ഇടപാടാണ്. റഫേൽ ഇടപാട് എന്ന് പറഞ്ഞാൽ റഫേൽ യുദ്ധവിമാന ഇടപാട്, ഫ്രാൻസുമായി ഉണ്ടാക്കിയ കരാർ. ആ കരാറിൽ അന്ന് ഈ 2016 നരേന്ദ്രമോദി സർക്കാർ മുൻകൈ എടുത്തുണ്ടാക്കിയ കരാറിൽ നടന്ന 8,000 കോടി രൂപയുടെ അഴിമതി, 60,000 കോടി രൂപയുടെ യുദ്ധവിമാന ഇടപാടിൽ, ഫ്രാൻസിൽ നിന്നും വാങ്ങുന്ന യുദ്ധവിമാന ഇടപാടിൽ 8,000 കോടി രൂപയുടെ അഴിമതി നടന്നതിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ ഹർജി വരികയും അതൊരു വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്ത സന്ദർഭത്തിലാണ് രാഹുൽ ഗാന്ധി ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, 2019 പ്രധാനമന്ത്രി മോദിക്കെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രതിപക്ഷവും നടത്തിയ ഏറ്റവും വലിയ പ്രചാരണത്തിൽ മുന്നിൽ നിന്നത് റഫേൽ ഇടപാടിലെ അഴിമതിയായിരുന്നു. ഇതേ അഴിമതി കാര്യത്തിൽ അന്ന് സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി സുപ്രീം കോടതി തള്ളിയത് അന്ന് രഞ്ജൻ ഗൊഗോയി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കാതെ തള്ളിയ ചീഫ് ജസ്റ്റിസിനെ പിന്നെ വൈകാതെ അദ്ദേഹം വിരമിച്ചപ്പോൾ രാജ്യസഭ അംഗമാക്കി BJP അദ്ദേഹത്തെ വാഴ്ത്തിയതും മാധ്യമങ്ങളിൽ വാർത്തയായതും ഓർക്കുമല്ലോ. അതായത് ഉപകാരസ്മരണ എന്ന് അതിനെ വ്യാഖ്യാനിച്ച സമയമാണ്. എന്താണ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷനായ ബെഞ്ച് ചെയ്തത്? ഹർജി വന്നപ്പോൾ, പ്രശാന്ത് ഭൂഷൺ മുൻകൈയെടുത്ത് കൊടുത്ത ഹർജി ഗൊഗോയി അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പിൽ വന്നപ്പോൾ ഇത് പരിഗണിക്കേണ്ടതില്ല, കാരണം കേന്ദ്ര സർക്കാർ മുദ്രവച്ച കവറിൽ കൊടുത്ത രേഖകൾ പര്യാപ്തമാണ്, അതുകൊണ്ട് ഈ ഹർജി തള്ളിക്കളയുന്നു, ഇങ്ങനെ ഒരു അന്വേഷണം ആവശ്യമില്ല റഫേൽ ഇടപാടിലേക്ക് എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചു. അങ്ങനെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റവിമുക്തമാക്കി. ഇത് സംബന്ധിച്ച് പിന്നീട് പുറത്തു വന്ന വാർത്തകൾ മറുവശം ചൂണ്ടിക്കാണിച്ചു. അതായത് മുദ്രവച്ച കവറിൽ എന്തായിരുന്നു, അത് പിന്നീട് ദ ഹിന്ദു പത്രമാണ് പല എക്സ്ക്ലൂസീവിലൂടെ അത് പുറത്തു കൊണ്ടുവന്നത്. ഈ മുദ്രവച്ച കവറിൽ കൊടുത്ത പല വിവരങ്ങളും തെറ്റായിരുന്നുവെന്ന് എക്സ്ക്ലൂസീവ് വാർത്തകളിലൂടെ ദ ഹിന്ദു അടക്കമുള്ള പത്രങ്ങളും മറ്റ് ദേശീയ മാധ്യമങ്ങളും ഏറ്റെടുത്തപ്പോഴാണ് രാഹുൽ ഗാന്ധി 2019 തെരഞ്ഞെടുപ്പിൽ ഇത് പ്രചരണ ആയുധമാക്കിയത്. അപ്പോൾ പ്രധാനമന്ത്രിയെ കള്ളൻ എന്ന് വിളിച്ചില്ലേ? ചൗക്കിദാർ, രാജ്യത്തിൻ്റെ കാവൽക്കാരനായ പ്രധാനമന്ത്രിയെ കള്ളൻ എന്ന് വിളിച്ചില്ലേ? അത് ശരിയാണോ എന്ന് പറഞ്ഞ് മീനാക്ഷി ലേഖി BJP MP സുപ്രീം കോടതിയിൽ വീണ്ടും ഹർജി നൽകിയത് ഓർക്കുക. ആ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി തന്നെ പറഞ്ഞു, പിന്നെ രഞ്ജൻ ഗൊഗോയിക്ക് കിട്ടിയ ഉപകാരസ്മരണ ചേർത്ത് വായിക്കുക, പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം തെറ്റാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അതിന് ന്യായീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കൊടുത്തത്, അതിൽ പറയുന്നത് ഇത് രാഷ്ട്രീയ മുദ്രാവാക്യമാണ്, ഇലക്ഷൻ കാലത്തെ രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രം എന്നായിരുന്നു. അതും കോടതി അംഗീകരിച്ചില്ല. കോടതി എങ്ങനെയൊക്കെ ഏകപക്ഷീയമാകാം എന്നതിൻ്റെ ഉദാഹരണമാണ് റഫേൽ യുദ്ധവിമാന ഉടമ്പടി, അതിലെ കരാറിലെ കോടതി ഇടപെടൽ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി വീണ്ടും പറഞ്ഞു, രാഹുൽ ഗാന്ധി ചെയ്തത് തെറ്റാണ്, മാപ്പ് പറഞ്ഞേ മതിയാവും. കോടതിയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി മാപ്പ് അപേക്ഷിച്ച് സുപ്രീം കോടതിയിൽ. ഈ ചരിത്രം നമ്മൾ മറന്നുപോകരുത്. 2019 കഴിഞ്ഞുള്ള ആ സമയമാണെന്ന് ആലോചിക്കണം, അധിക നാളായിട്ടില്ല. ഇന്നിപ്പോൾ ഇത് പറയാൻ കാര്യം, ഇന്ന് മാധ്യമങ്ങളിലെ പ്രധാന വാർത്ത റഫേൽ ഇടപാടാണ്. റഫേൽ ഇടപാടിൽ ഇന്ത്യയുമായിട്ട് ഫ്രഞ്ച് ഗവൺമെൻറ് നടത്തിയ റഫേൽ ഇടപാടിലെ അഴിമതി അന്വേഷിക്കാൻ ഫ്രഞ്ച് സുപ്രീം കോടതി ഉത്തരവിട്ടതാണ് ഇന്നത്തെ വാർത്ത.
നമ്മുടെ സുപ്രീം കോടതി ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ് ഫ്രഞ്ച് സുപ്രീം കോടതി അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച വാർത്തയാണ് ഇന്നത്തെ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. രണ്ടും കൂടെ കൂട്ടി വായിക്കണം. എന്താണ് ഫ്രഞ്ച് സുപ്രീം കോടതി പറഞ്ഞത്? അവിടെ മീഡിയ പാർ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം ഓൺലൈൻ പോർട്ടലിലൂടെ പുറത്തുവിട്ട കുറേ ദിവസങ്ങളായിട്ട് പുറത്തുവിട്ട വാർത്തകൾ വെച്ചിട്ട് ഈ പറയുന്ന ഷെർപ്പ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി പരിഗണിച്ചിട്ട് ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാകാമെന്നാണ് ഫ്രഞ്ച് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. റഫേൽ ഡീലിൽ ഇന്ത്യയുമായിട്ട് ആലോചിക്കണം. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിനോ ഇന്ത്യൻ ജുഡീഷ്യറിക്കോ ഇത് അന്വേഷിക്കാൻ താല്പര്യമില്ല. ഇതാണ് ഇതിൻ്റെ വൈരുദ്ധ്യം. അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റിന് എതിരെ അടക്കമുള്ള അന്വേഷണം വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് അന്ന് ഫ്രഞ്ച് പ്രസിഡന്റായിരുന്ന ഫ്രാൻസോയ് ഓലൻഡ്, അന്ന് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണി. അപ്പോൾ ഫ്രാൻസോയ് ഓലൻഡിനെതിരെയും ഇപ്പോഴത്തെ പ്രസിഡന്റ് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഇമ്മാനുവൽ മക്രോണിക്കും എതിരെ അടക്കം അന്വേഷണം വേണമെന്നാണ് ഫ്രഞ്ച് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. അപ്പോൾ അവിടെ ഇനി ഈ ഒരു അന്വേഷണത്തിലൂടെ ഇന്ത്യയുമായി നടത്തിയ ഇടപാടിൽ അഴിമതി നടന്നു എന്ന് ഫ്രഞ്ച് ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയാൽ നമ്മുടെ രാജ്യത്തെ നീതിപീഠവും നമ്മുടെ ഗവൺമെൻറ്റും എന്ത് ഫോളോ അപ്പ് അന്വേഷണം നടത്തുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല, പലതും പുറത്തു വരേണ്ടതാണ്. ഇനി എന്താണ് റഫേൽ ഇടപാടിലെ അഴിമതി? ഈ കണക്കുകൾ പലതും മറന്നുപോകും. അത് നമ്മൾ ഓർമ്മിക്കണം. അതായത് 60,000 കോടി രൂപയ്ക്ക് റഫേൽ യുദ്ധവിമാനങ്ങൾ ദസോ എന്ന് പറയുന്ന ഫ്രാൻസിലെ ആയുധ നിർമ്മാണ കമ്പനിയിൽ നിന്നും വാങ്ങുന്ന കരാറാണ്. ഈ കരാർ ഉറപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 2016 ഫ്രാൻസിൽ ഒരാഴ്ച സന്ദർശനം നടത്തി അവിടെ അനൗൺസ് ചെയ്ത പ്രോജക്റ്റാണ്, ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ട് ചേർന്നിട്ട്. പിന്നീട് കണ്ടെത്തിയത് എന്താണ്? നരേന്ദ്രമോദി അവിടെ ചെല്ലുന്നതിനും 2 ആഴ്ച മുമ്പ് അനിൽ അംബാനിയുടെ റിലയൻസ് കമ്പനിയുമായിട്ട് ഈ കരാർ ഉണ്ടാക്കാനുള്ള എല്ലാ ചർച്ചകളും നടന്നു കഴിഞ്ഞിരുന്നു, തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. അത് മറച്ചു വെച്ചിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പാരീസിൽ പോയിട്ട് ഈ ഉടമ്പടി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ ഡീലിൽ 8,000 കോടി രൂപയുടെ അഴിമതിയാണ്, കിക്ക് ബാക്സ് ആണ് നടന്നിരിക്കുന്നത്. ബോഫോഴ്സിനേക്കാളും വലിയ കിക്ക് ബാക്സ്. ഇത് കിക്ക് ബാക്സ് ആണെന്ന് പറയാൻ കാര്യം, അതായത് നേരത്തെ UPA 2 ഗവൺമെൻറ് ഒരു റഫേൽ യുദ്ധവിമാനം വാങ്ങാൻ തീരുമാനിച്ച തുകയുടെ 3 ഇരട്ടി തുകയ്ക്കാണ് ഈ ഇടപാട് നടന്നിരിക്കുന്നത്. അതനുസരിച്ചുള്ള ആദ്യഘട്ട യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ പറന്നെത്തിക്കഴിഞ്ഞു. ആലോചിക്കണം. ഇനി എന്താണ് UPA സർക്കാർ ഉണ്ടാക്കിയ കരാറിൻ്റെ ലാഭം? അതിൻ്റെ 3 ഇരട്ടി ചെലവാക്കി ഇപ്പോൾ യുദ്ധകരാർ ഉണ്ടാക്കിയത് മോദി ഗവൺമെൻറ് എങ്ങനെയായിരുന്നു? അതായത് മോദി സർക്കാർ അനിൽ അംബാനിയെ സഹായിച്ചുകൊണ്ടുകൂടി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം 36 റെഡി ടു ഫ്ലൈ യുദ്ധവിമാനങ്ങൾ, റഫേൽ യുദ്ധവിമാനങ്ങൾ പറക്കാൻ സജ്ജമായ ഫ്രാൻസിലെ ഈ പറയുന്ന ദസോ കമ്പനിയിൽ നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ അവിടുന്ന് പറന്ന് ഇവിടേക്ക് വരുന്ന 36 വിമാനങ്ങൾ. അതിലെ ആദ്യഘട്ട വിമാനങ്ങൾ 1/3 വിമാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന് ആണ് 60,000 കോടി രൂപയുടെ ഉടമ്പടി ഉണ്ടാക്കിയത്. എന്നാൽ ഇതേ തുകയ്ക്ക്, ഈ 60,000 കോടി രൂപയ്ക്ക് 126 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാറാണ് UPA ഗവൺമെൻറ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ 126 റഫേൽ യുദ്ധവിമാനങ്ങൾ കിട്ടേണ്ടുന്ന കരാറിലാണ് 36 യുദ്ധവിമാനങ്ങളുടെ കരാറായിട്ട് അതിനെ മാറ്റിയിരിക്കുന്നത്. അതായത് ഒരു യുദ്ധവിമാനത്തിന് 3 ഇരട്ടി വില. അവിടെയാണ് അഴിമതി നടന്നത്.
ഈ 126 യുദ്ധവിമാനങ്ങളിൽ 18 റെഡി ടു ഫ്ലൈ ആയിട്ട് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നും ബാക്കി 108 യുദ്ധവിമാനങ്ങൾ, റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും എന്നായിരുന്നു ആദ്യ കരാർ. UPA ഗവൺമെൻറ് ഉണ്ടാക്കിയ ധാരണ അതായിരുന്നു. അപ്പോൾ ചെലവ് ഇതിൻ്റെ 1/3 കുറയുമായിരുന്നു. ഇത്രയും അധികം വിമാനങ്ങൾ വാങ്ങാനും പറ്റുമായിരുന്നു. അവിടെയാണ് അഴിമതി നടന്നത് എന്ന് പ്രതിപക്ഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഇന്ത്യയിൽ ആരോപിച്ച കാര്യങ്ങൾ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ആക്ഷേപങ്ങൾ, അതിൽ കാര്യമുണ്ട്. ഫ്രഞ്ച് സർക്കാർ ഈ അഴിമതിയിൽ പങ്കാളികളായോ എന്ന് അന്വേഷിക്കാൻ ആ രാജ്യത്തെ സുപ്രീം കോടതി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് പ്രതികരിക്കാൻ എന്താണുള്ളത്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇവിടുത്തെ BJP സർക്കാരിനും പ്രതികരിക്കാനുള്ളത് എന്താണ്? പോട്ടെ, കോടതി നടത്തിയ റൂളിംഗ്, രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതി ബെഞ്ച് പുറപ്പെടുവിച്ച വിധി, നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വെള്ളപൂശി പ്രഖ്യാപിച്ച വിധി, രാഹുൽ ഗാന്ധിയെ കൊണ്ട് സുപ്രീം കോടതിയിൽ മാപ്പപേക്ഷ എഴുതി കൊടുപ്പിച്ച വിധി, ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ റഫേൽ കേസ് ഇവിടെ തീരാൻ പോണില്ല. റഫേൽ കേസ് മുന്നോട്ട് പോകും. ഇനി വരാനിരിക്കുന്ന നാളുകളിൽ അത് നരേന്ദ്രമോദി സർക്കാരിനെ എങ്ങനെ വേട്ടയാടും എന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ. 2024 മുമ്പ് ഫ്രഞ്ച് സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ്റെ കണ്ടെത്തലും വിധിയും വരുമ്പോൾ അത് ഇന്ത്യയിലും ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായിട്ട് അലയടിക്കാനുള്ള സാധ്യത ആർക്കും തള്ളിക്കളയാനാവില്ല. അപ്പോൾ ജുഡീഷ്യറി വീണ്ടും കണ്ണു തുറക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഫ്രാൻസിലെ സുപ്രീം കോടതിയുടെ ഈ വിധി എന്ന് പറയുന്നത്.